അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഒരു ഖലീഫയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്ത ശേഷം വളരെ സൂക്ഷ്മതയുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ഭരണാധികാരി എന്ന നിലയിലും വ്യക്തി ജീവിതത്തിലും വളരെയധികം സൂക്ഷ്മത പുലർത്തിയിരുന്ന ഉമർ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഒരു പ്രഭാതവേളയിൽ കയ്യിൽ കുറേ അധികം ധാന്യങ്ങളുമായി കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഭൃത്യന്മാരായ ആളുകളും സഹധർമ്മിണിയും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, എങ്ങോട്ടാണ് ഈ ഗോതമ്പ് ധാന്യങ്ങളുമായുള്ള യാത്ര? അദ്ദേഹം ഒന്നിനും മറുപടി നൽകാതെ യാത്ര തുടർന്നു. അദ്ദേഹം തൻ്റെ പരിസരത്തുള്ള ഓരോ മലയുടെ മുകളിലും കയറി അവിടെയെല്ലാം ഈ ധാന്യമണികൾ വിതറുകയുണ്ടായി. ഉയരം കൂടിയ മരത്തിൻ്റെ മുകളിൽ അദ്ദേഹം കയറി അവിടെയെല്ലാം ഈ ധാന്യങ്ങൾ വളരെ ഭദ്രമായി നിക്ഷേപിച്ചു വെച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ട അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ചത്, അല്ല, രാവിലെ കൊട്ടാരത്തിൽ നിന്ന് കുറേയധികം ഗോതമ്പ് മണികളുമായി ഇറങ്ങിയ താങ്കൾ മരത്തിൻ്റെ മുകളിലും മലയുടെ മുകളിലും ഈ ധാന്യങ്ങൾ ഇങ്ങനെ വിതറിയത് എന്തിനാണ്? അതിനാണ് ഉമർ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയൊരു മറുപടി വളരെ പ്രശസ്തനീയമാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യർ സുഖമായി ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ബാക്കിയുള്ള ജീവജാലങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നും പട്ടിണി കിടക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ എൻ്റെ ബാധ്യതയാണ് എന്ന് ഉമർ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അനുയായികളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വലിയൊരു ചിന്ത ഈ ഒരു വിഷയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിൽ മോഹന വാഗ്ദാനങ്ങളുമായി കടന്നു വരുന്ന ജനപ്രതിനിധികൾ അവരുടെ പ്രകടന പത്രികകൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും ഒരു മനുഷ്യന് കാണാൻ കഴിയാത്തത്ര വിശാലമായ വലിയ വാഗ്ദാനങ്ങളാണ് പലരും നൽകുന്നത്. പക്ഷേ അധികാരമെന്നുള്ള അലങ്കാരം കയ്യിൽ കിട്ടിയതിനു ശേഷം പിന്നീട് അവരുടെ കീഴിലുള്ള ആളുകളെ ശ്രദ്ധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യില്ല എന്ന് മാത്രമല്ല, അവരിൽ ഒരാളെ ഒരു നിലയ്ക്കും പരിഗണിക്കുക പോലും ചെയ്യാതെ കഴിയുന്ന ആളുകൾക്ക് ഈ ഉമർ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ വലിയ ഗുണപാഠമുണ്ട്. ചരിത്രങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന ജീവിക്കുന്ന ചില ഉദാഹരണങ്ങളാണ്. ഇത്തരം ജീവിത സംഭവങ്ങളാവണം നമ്മളെ ജനപ്രതിനിധികളായ ആളുകളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.